അർജന്റീന ടീമിന്റെ സന്ദർശനം അനിശ്ചിതത്വത്തിലായതോടെ മലക്കം മറിഞ്ഞ് കായിക മന്ത്രി. സർക്കാർ ആരുമായും കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്നും കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്നും വി അബ്ദുറഹ്മാൻ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ എന്ന പേരിൽ ഇപ്പോൾ പുറത്തുവന്ന ചാറ്റിൽ വിശ്വാസ്യതയില്ല. അർജന്റീന ടീമിനെ ക്ഷണിക്കാൻ മാത്രമായിരുന്നില്ല സ്പെയിനിൽ പോയതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും. യൂനുസ്, വീണ്ടും മെസ്സിയുടെ സന്ദർശനത്തിന്റെ പേരിൽ കായിക വകുപ്പും സർക്കാരും പ്രതിരോധത്തിലായതിന് പിന്നാലെയാണ് അബ്ദുറഹ്മാന്റെ പുതിയ പ്രതികരണം വന്നത്. ആ പ്രതികരണത്തിലെങ്കിലും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കരാർ ഉണ്ടോ ഇല്ലയോ, ആ കരാർ എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഇപ്പോഴും ഈ മന്ത്രിയുടെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒരു ക്ലാരിറ്റിയും മന്ത്രി പറയുന്നില്ല. മെസ്സി വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മന്ത്രി പറയുന്നത് ഉറപ്പില്ല എന്നുള്ളൊരു മറുപടിയാണ് മന്ത്രിയുടെ മറുപടിയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് 3 കാര്യങ്ങളിലാണ് മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം ഈ സ്പെയിനിൽ പോയി സന്ദർശനം നടത്തിയ ഒരു കാര്യം, അതോടൊപ്പം ഈ സ്പോൺസർമാരുമായുള്ള ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് ഈ AFAയുടെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് ഹെഡിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഈ 3 കാര്യങ്ങളിലാണ് മന്ത്രി ഇന്നൊരു വ്യക്തത നൽകാൻ ശ്രമിച്ചത്. പക്ഷേ പലതിനും പൂർണ്ണമായിട്ടുള്ള വ്യക്തത ലഭിച്ചില്ല. ആദ്യമായി അദ്ദേഹം പറയുന്നത് ഈ 13 ലക്ഷം രൂപ ചെലവാക്കി യാത്ര പോയത്, ഈ സന്ദർശനം നടത്തിയത് ഈ സ്പെയിനിലേക്ക് മാത്രമല്ല, അർജന്റീന ടീമിനെ വിളിക്കാൻ മാത്രമല്ല, ഈ ക്യൂബയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പ്രത്യേകിച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ പോയത്. അതോടൊപ്പം സ്പെയിനിലെത്തിയത് അവിടെ അർജന്റീന ടീം അവിടെ ഒരു പരിശീലനം നടത്തുന്നുണ്ട്. അത് അറിഞ്ഞാണ് സ്പെയിനിലേക്ക് എത്തിയത്. അവിടെ എത്തി ആ ടീമിനെ സന്ദർശിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് മന്ത്രി മലക്കം അറിയുന്നത്. കാരണം മന്ത്രി തന്നെയാണ് പറഞ്ഞത് അർജന്റീനൻ ടീം ഈ ഒക്ടോബറിൽ ഇവിടെ എത്തും, 7 ദിവസം കേരളത്തിലുണ്ടാകും, കേരളത്തിൽ കളിക്കുമെന്നൊക്കെ മന്ത്രി തന്നെ പറഞ്ഞതാണ്. ഈ ഒരു വാദത്തെ മന്ത്രി തന്നെ തള്ളി മലക്കം അറിയുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് മന്ത്രി. മറ്റൊരു കാര്യം ഈ കരാറാണ്. പൂർണ്ണമായി മന്ത്രി കഴിയുന്ന ഒരു സാഹചര്യമാണ്. സ്പോൺസർമാരാണ് കരാർ ഒപ്പിട്ടത്. തങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവുമില്ല, സ്പോൺസർമാർക്കാണ് പൂർണ്ണ ബന്ധം എന്ന് പറഞ്ഞ് മന്ത്രി കഴുകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. പൂർണ്ണമായി അതിൽ നിന്ന് മന്ത്രി മലക്കം അറിഞ്ഞു, ഒഴിഞ്ഞു മാറി എന്നൊരു സാഹചര്യം. മറ്റൊന്ന്, ഈ AFAയുടെ ഒരു മാർക്കറ്റിംഗ് ഹെഡായ ലിയാൻഡ്രോയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന് അദ്ദേഹം മറുപടി പറയാൻ ശ്രമിക്കുന്നത് കേരളമല്ല, ഇതിലൊരു വിശ്വാസക്കുറവും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് തൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഒരു പ്രൊഫൈലിൽ നിന്നല്ല ഈ ഒരു പോസ്റ്റ് വന്നത്, തനിക്ക് ഇതറിയില്ല. ഇത് പുറത്തു വന്നത് ശരിയാണെങ്കിൽ ഇതിൻ്റെ കരാർ ലംഘിച്ചത് അർജന്റീനൻ ടീമാണ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് എന്ന് വ്യക്തതയോടെ മന്ത്രി പറയുന്നുണ്ട്. ഏതായാലും ഇത് തനിക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞു. അതോടൊപ്പം ഒരു ഫുട്ബോൾ പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്നുള്ളത് മന്ത്രി പറയുന്നത്, ഒരു പന്ത് കളിയുമായി ബന്ധപ്പെട്ട കാര്യം ഇത്ര വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു കാര്യം പരിഹാസത്തോടെ മന്ത്രി പറയുന്നുണ്ട്. കാരണം മന്ത്രി തന്നെ വരുമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫുട്ബോൾ കളിയല്ലേ, അതിന് ഇത്ര വാർത്താ പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്ന കാര്യം മന്ത്രി പറയുന്നു. ഏതായാലും മെസ്സി വരുന്നൊരു കാര്യം മന്ത്രി ഉറപ്പ് പറയുന്നില്ല. അതിലും മന്ത്രിയുടെ ഉത്തരം മൗനമായി തുടരുകയാണ്. സൈഫുദ്ദീൻ.